അങ്ങനെ നമ്മുടെ ശ്രുതി ആ വീട് അവൻ്റെ തന്നെ ഇരിക്കുന്ന സമയത്ത് അവൻ വലിയ ഗമയിലിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ആരാ എൻ്റെ വീട്ടിൽ നിങ്ങൾ കയറി താമസിക്കുന്നത്, എൻ്റെ വീടാണല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് ഇതെങ്ങനെ നിൻ്റെ വീടാവും, അത് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത വീടാണെന്ന് പറയുന്നത്. ആരോടത്തെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് എല്ലാം കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളൊരു ഫേക്കാണ്, അയാൾ ഇവരുടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നത്, അല്ലാതെ അയാളെങ്ങനെ ഈ വീടിൻ്റെ ഉടമസ്ഥക്കാരനാവുക, ഈ വീടിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥക്കാരൻ നാളെ എത്തുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ പറ്റിച്ച ആൾ ഇതേപോലെ വേറെ ഇതിൻ്റെ മുന്നിലുള്ള ഒരാളെടുത്ത് പറ്റിച്ചിട്ട് അഡ്വാൻസ് വാങ്ങി മുങ്ങിയ ആളാണ്, നിങ്ങളെ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നുണ്ട്. എല്ലാവരും ശ്രുതി മോളെ എന്നൊക്കെ വിളിച്ചിട്ട് മെല്ലെ നീപ്പിക്കണമൊക്കെ ഉണ്ട്. എന്തായാലും ഈ വീട് വാങ്ങണത്, ശ്രുതിയുടെ വീട് വാങ്ങണം പോലും നമ്മുടെ നീലിമ വരുന്നുണ്ട്, കാനഡയിൽ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് അവൾ സച്ചിയുടെ കാറിലാണ് വരുന്നത്. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, ഞാനൊരു ഫ്ലാറ്റ് വന്നതാണ്, ഞാൻ 2 ആഴ്ച ഇവിടെ ഉണ്ടാവും, പക്ഷെ ഞാൻ എപ്പോൾ വിളിച്ചാലും സച്ചി എത്തണം എന്ന് പറയുന്നത്. ഓ ആയിക്കോട്ടെ മേഡം, ഞാൻ എത്താം, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ നിങ്ങളെ വെളിപ്പുറത്തുണ്ടാവും എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നീലിമയിൽ നിന്ന് സച്ചി എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കി നമ്മുടെ ശ്രുതിനെ അടുത്ത് തന്നെ നമ്മുടെ ചന്ദ്രൻ പുറത്താക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവി ശ്രുതിയോട് പറയുന്നത്, നിനക്ക് 7 ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം, നിനക്ക് വിദ്യാഭ്യാസം അടുത്ത് കൂടി പോയിട്ടില്ല, നിനക്ക് എന്തറിഞ്ഞിട്ടാണ് നീ ഫ്ലാറ്റ് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആരാണ് നിൻ്റെ കാര്യത്തിൽ ഇടപെടുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവി ശ്രുതിയെ അടിക്കാൻ പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.